കൂലിപ്പണിക്കാരായ അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടങ്ങളും വേദനകളും കണ്ടുവളർന്ന നിധിന് പഠിച്ചു ജയിക്കണമെന്ന വാശിയായിരുന്നു എപ്പോഴും. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ BDSനാണ് പഠിച്ചിരുന്നതെങ്കിലും MBBS എടുക്കണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. എത്രയും വേഗം പഠനം പൂർത്തിയാക്കി മികച്ച മാർക്കോടെ പാസ്സായി UK-യിൽ പോകണം, ജോലി ചെയ്ത് വീട് വെക്കണം, 2 സഹോദരിമാരെയും നല്ല രീതിയിൽ നോക്കണം. അങ്ങനെ എണ്ണിയാൽ തീരാത്ത ആശകളും മോഹങ്ങളുമായാണ് നിധിൻ തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് ട്രെയിൻ കയറിയത്. എന്നാൽ പഠനം കഴിഞ്ഞെത്തുന്ന മകനെ കാത്തിരുന്ന അച്ഛനും അമ്മയ്ക്കുമരികിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയത് അവൻ്റെ ചേതനയേറ്റ മൃതദേഹമാണ്. ഇപ്പോൾ മകൻ്റെ പുസ്തകങ്ങളും വസ്ത്രങ്ങളും മാത്രം ബാക്കിയായ മുറിയിലിരുന്ന് നെഞ്ചുപൊട്ടി കരയുകയാണ് അവൻ്റെ മാതാപിതാക്കളും സഹോദരിമാരും. 4 ദിവസത്തെ വിഷു അവധി സന്തോഷപൂർവ്വം കുടുംബാംഗങ്ങൾക്കും കൂട്ടുകാർക്കുമൊപ്പം ആഘോഷിക്കാൻ വരുമെന്നായിരുന്നു നിധിൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. അവനെ കാത്തിരിക്കുകയായിരുന്നു അച്ഛനും അമ്മയും. എന്നാൽ അതിനു മുന്നേ അവൻ ചേതനയേറ്റ മൃതദേഹമായി എത്തിയത് വീട്ടുകാർക്കും നാട്ടുകാർക്കും മുഴുവൻ മനസ്സ് മരവിപ്പിക്കുന്ന ഓർമ്മയായി മാറിയിരിക്കുകയാണിപ്പോൾ. കോളേജിൽ വച്ചുണ്ടായ അധ്യാപകരുടെ മോശമായ പെരുമാറ്റമാണ് നിധിനെ മരണത്തിലേക്ക് തള്ളിയിട്ടതെന്ന് സഹപാഠികളും കൂട്ടുകാരുമെല്ലാം ഒരുപോലെ പറയുമ്പോൾ അമ്മയുടെ ചികിത്സയ്ക്കായി ലോൺ ആപ്പിൽ നിന്നും ലോൺ എടുത്ത നിധിന് കുറച്ചുകാലമായി അത് തിരിച്ചടയ്ക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് നിധിൻ്റെ ഫോണിലെ കോൺടാക്റ്റുകൾ ചോർത്തിയെടുത്ത അവർ നിധിൻ്റെ കോളേജിലെ അധ്യാപകരെ അടക്കം വിളിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അധ്യാപകർ ഈ വിവരം പ്രിൻസിപ്പലിനെ അറിയിക്കുകയും പ്രിൻസിപ്പൽ നിധിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. നിധിനെ വിളിച്ച് സംസാരിക്കുകയും അധ്യാപകർ സൈബർ സെല്ലിൽ പരാതി നൽകുകയും ചെയ്തു. അച്ഛന് ജോലിയില്ലാതായതോടെയാണ് ലോൺ തിരിച്ചടയ്ക്കുന്നത് മുടങ്ങിയത്. തുടർന്ന് ലോൺ ആപ്പുകാർ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നു. എങ്കിലും ഈ പ്രശ്നങ്ങൾക്കിടയിലുമെല്ലാം BDSന് പഠിക്കുന്നതിനിടെ നീറ്റ് ലക്ഷ്യം വെച്ച് MBBSലേക്ക് എത്താനുള്ള ശ്രമത്തിലുമായിരുന്നു നിധിൻ. കോളേജിലെ ചില അധ്യാപകരിൽ നിന്നും ജാതി പറഞ്ഞും നിറത്തിൻ്റെ പേരിലുമെല്ലാം പലപ്പോഴും ക്രൂരമായ അധിക്ഷേപങ്ങൾ നിധിന് ഉണ്ടായിട്ടുണ്ടെന്ന് സഹപാഠികളും സഹോദരിമാരുമെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നു. ഇതൊക്കെ ആരെയും അറിയിക്കാതെ ഉള്ളിലൊതുക്കിയ നിധിൻ ചിലതൊക്കെ സഹോദരിമാരോട് പറഞ്ഞിരുന്നു. എന്നാൽ അവൻ്റെ മരണശേഷമാണ് അച്ഛനും അമ്മയും ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നത്. ജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്ന അച്ഛനെയും അമ്മയെയും ഒന്നും അറിയിക്കാതെ കഴിച്ചുകൂട്ടുകയായിരുന്നു നിധിൻ. തലേ ദിവസം നാട്ടിലെ കൂട്ടുകാർക്കയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പോലും വിഷുവിന് നാട്ടിൽ വരുമെന്നും അപ്പോൾ ഒന്നിച്ച് സിനിമ കാണാൻ പോകണമെന്നുള്ള മോഹമെല്ലാം നിധിൻ പങ്കുവച്ചിരുന്നു. മരിക്കുന്നതിൻ്റെ തലേന്ന് മൂത്ത സഹോദരിയുടെ കുട്ടിയുടെ പിറന്നാളായിരുന്നു. അന്ന് വീട്ടിലെത്തിയ കൂട്ടുകാരുമായി വീഡിയോ കോളിൽ ഏറെ സന്തോഷത്തോടെ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ അവൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന വേദന ആരെയും അറിയിച്ചിരുന്നില്ല. അവസാന ഘട്ടത്തിലാണ് മാതാപിതാക്കൾ പോലും എല്ലാം അറിയുന്നത്. അവനെ അവിടെ ചേർക്കാൻ കൊണ്ടുപോയപ്പോൾ ഇത്ര മോശമായ കോളേജാണെന്ന് അറിഞ്ഞിരുന്നില്ല. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നേനെ. അഡ്മിഷൻ സമയത്ത് ഒരു സെമിനാർ ഉണ്ടായിരുന്നു. റാഗിങ്, ടോർച്ചർ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അധ്യാപകർ തന്നെ വില്ലന്മാരായി. ജാതി പറഞ്ഞും ദാരിദ്ര്യം പറഞ്ഞും കുട്ടിയെ കളിയാക്കി. ഞാൻ നിന്നെ ശരിപ്പെടുത്തും, സൂക്ഷിച്ചോളണമെന്ന് ഭീഷണിപ്പെടുത്തി. പഠിപ്പിക്കുന്ന കുട്ടിയുടെ കൈയും കാലും വെട്ടുമെന്നും ജീവനെടുക്കുമെന്നും പറയുന്നവർ അധ്യാപകരാണോ എന്നാണ് നിധിൻ്റെ അച്ഛൻ രാജൻ നെഞ്ചുപൊട്ടി ചോദിച്ചത്.